ഹായ്, അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് എന്താ വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2-3 ദിവസം മുമ്പ് 1-2 വീഡിയോ ഇട്ടിരുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ പേര് കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ എൻ്റെ കുറച്ച് വിഷയങ്ങളും സംസാരിച്ചിരുന്നു. എനിക്കിങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. അപ്പം പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ അല്ലേ? ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഏതൊരു മനുഷ്യനും സന്തോഷവും സങ്കടവും പിന്നെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഒരു സങ്കടത്തിൽ കൂടാണ് ഇപ്പം ഞാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബാങ്കിൻ്റെ വിഷയം തന്നെ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. പിന്നെ 1-2 ആൾക്കാർ നമ്മളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലുപരി തോന്നിയ ആൾക്കാർ വിളിക്കുക ചെയ്തത്. വിളിച്ചിട്ട് പിന്നെ കുറേ ആൾക്കാർ വീഡിയോ ഫുള്ള് കാണാണ്ട് വിളിക്കുന്നവരുണ്ട്, എന്താ പ്രശ്നമെന്ന് മനസ്സിലാക്കാണ്ട് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വീഡിയോ കണ്ടിട്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വിളിക്കുകയോ അല്ലെങ്കിൽ സഹായിക്കുകയോ ചെയ്യുക. വെറുതെ നമ്മളൊരു ഫോണിലേക്ക് വിളിച്ചിട്ട് കാരണം നമ്മളിത് എടുക്കണ്ടേ, ഒരു കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യണ്ടേ. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചുമ്മാ വിളിക്കുന്ന ആൾക്കാർ വിളിക്കണ്ട. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ കുറേ ആൾക്കാർ വിളിച്ചിട്ട് പിന്നെ 1-2 വിഷയങ്ങൾ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ നമ്മളെ സാജിൻ്റെ പ്രശ്നം തന്നെ. അപ്പോൾ ഓരോ വിഷയം കുറേ ആൾക്കാർ സംസാരിച്ച് വിളിച്ച കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 4-5 ആൾക്കാർ ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ നമ്മളോട് സംസാരിച്ച്. അപ്പം ഞാനെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ നമുക്കറിയില്ല, എല്ലാവരും കാണുമ്പോൾ തന്നെ ഉള്ള വീഡിയോ ഞാനും കാണലുണ്ട്. പിന്നെ ഓരോതായ പ്രശ്നങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നും അതെല്ലാം ആർക്കും തലയിടേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് അതിൽ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. കാരണം എൻ്റെ പ്രശ്നങ്ങളാണല്ലോ എനിക്കിപ്പോൾ വലുത്. അപ്പം ഞാൻ എൻ്റെ വിഷയങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞുള്ളൂ, മറ്റുള്ള ആൾക്കാരുടെ വിഷയങ്ങളൊന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ വിഷയം എന്താ പറയുക, ഇപ്പോൾ സാജിനെ സഹായിച്ച കുറേ പേരാണ് എന്നെ വിളിച്ചത് കേട്ടോ. ഓളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലെ ഓളെ സഹായിച്ചതുകൊണ്ട് ഓളിപ്പോൾ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ എന്നാണ് അവർ ചോദിക്കുന്നത്. അന്നേരം പിന്നെന്താ പറയുക, ആ ഒരു പ്രശ്നം കാരണം തന്നെ എല്ലാവർക്കും സഹായിക്കാൻ മടിയാണെന്നാണ് അവരൊക്കെ പറയുന്നത് കേട്ടോ. കാരണം ഉള്ളതാണോ ഇല്ലാത്തതാണോ ഓരൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ജെനുവിനാണ്. എനിക്കങ്ങനെ കളവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ ഞാനിപ്പോൾ എൻ്റെ വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടൊന്നും ഞാൻ ആരോടും സഹായം ചോദിച്ചിട്ടില്ല. എനിക്ക് വീടിനൊന്നും വേണ്ടിയിട്ട് ആരും സഹായം ചെയ്യുകയും വേണ്ട. കാരണം എനിക്കെൻ്റെ ഈ ബാങ്കിൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി മാത്രം സഹായിച്ചാൽ മതി, വീടിൻ്റെ കാര്യത്തിൽ സഹായിക്കേണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും ദയവ് ചെയ്തിട്ട് പിന്നെ വീഡിയോ കാണുന്നവർ മാക്സിമം കണ്ടിട്ട് വിളിക്കുക, അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുക കേട്ടോ. അല്ലാതെ വേറൊരാളെ ഇതിലേക്ക് വെച്ചിട്ടാരും ഒന്ന് വിളിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യരുത്. നമുക്ക് അവരെക്കുറിച്ചൊന്നും അറിയില്ല. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറൊരാളെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ വേണ്ടി മാത്രം ചെയ്തതൊന്നല്ല. വീഡിയോൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വെറുതെ നമ്പർ കണ്ടിട്ട് ആരും വിളിക്കരുത്. പിന്നെ ആ ബുദ്ധിമുട്ടാണ്. പറ്റുന്നവർ മാത്രം ഒന്ന് വിളിക്കാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. വെറുതെ വീഡിയോ കാണാണ്ടൊന്നും ആരും വിളിച്ച് നമ്മളെ ശല്യപ്പെടുത്തരുത്. പിന്നെ വേറൊരാളെ എന്താ പറയുക, ഒരാളെ പോലെ എനിക്കാവാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കാര്യം എന്താണോ അത് എനിക്കറിയില്ല. എനിക്ക് ഞാനാവാനേ പറ്റുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് യൂട്യൂബിലുള്ള വേറെ ആൾക്കാരെ മാതിരി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊന്നും ആരും പറയരുത് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും സഹകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ വെച്ചാൽ ബാഡ് കമൻറ്റുകളും ചീത്ത അഭിപ്രായങ്ങളൊന്നും ആരും പറയരുത്, അതാണ് പറഞ്ഞത് കേട്ടോ. വേറൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത് ആരും. അപ്പോൾ ഓക്കെ.